ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈം എല്ലാവർക്കും സുസ്വാഗതം. കൃഷ്ണായനം കഥ കേൾക്കാം. എല്ലാവരുടെയും അന്തര്യാമിയായ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കഥ കേൾക്കാം. കൃഷ്ണായനം കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും നന്ദി. ഇതുവരെയുള്ള ഭാഗങ്ങൾ എല്ലാവരും കേട്ടിരിക്കുമെന്ന് കരുതട്ടെ. കേൾക്കാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൃഷ്ണായനം എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് തുളസി കോട്ടുക്കൽ, പബ്ലിഷേഴ്സ് ഹരിശ്രീ ബുക്സ് പുനലൂർ, ഓഡിയോ കൃഷ്ണകുമാരി. ഇന്നത്തെ ഭാഗത്തിലേക്ക്. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. കേശവനും കുചേലനും. രാജസൂയം കഴിഞ്ഞു. ക്ഷണിക്കപ്പെട്ട അതിഥി രാജാക്കന്മാരും പൗരപ്രധാനികളും മടങ്ങി. ഏറ്റവും അവസാനം പോയത് പാണ്ഡവരായിരുന്നു. പ്രഭാതത്തിൽ മഞ്ഞിൽ കുളിച്ച് തോർത്തിയ പനിനീർ ചെമ്പകം പോലെ ദ്വാരക തിളങ്ങി. കേശവൻ്റെ കീർത്തി എമ്പാടും പരന്നു. ഒന്നിനോടും കേശവൻ്റെ വ്യക്തിത്വത്തെ ഉപമിക്കുവാൻ ജനങ്ങൾക്ക് ആവുകയില്ലായിരുന്നു. തങ്ങളുടെ അറിവിൽ കേശവനെപ്പോലെ ഒരു മഹാൻ ഇല്ല. രാഷ്ട്രതന്ത്രങ്ങൾ അറിയാവുന്നവരും നാസ്തി. യുദ്ധ നൈപുണിയും മറ്റാർക്കുമില്ല. പുതിയ 2 അസ്ത്രങ്ങൾ തന്നെ കേശവൻ്റെ നിർമ്മിതിയാണ്. സുദർശനവും ശ്രീകൃഷ്ണാസ്ത്രവും. അഭൗമ തേജസ്സാണ് 2 അസ്ത്രങ്ങൾക്കും. സ്വായത്തമായാൽ ആ അസ്ത്രങ്ങൾ നഷ്ടമാവുകയുമില്ല. തത്വചിന്തകനും ലൗകിക വിശാരദനുമാണ് കേശവൻ. മനസ്സുകണ്ട് കാര്യങ്ങൾ പറയുന്നതിൽ കേശവൻ സമർത്ഥനായിരുന്നു. ഭാര്യമാരെ രഞ്ജിപ്പിച്ചു നിർത്തുന്നതിൽ അസാമാന്യ നൈപുണ്യമാണ് മാധവനുണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ കുരുക്ഷേത്ര യുദ്ധം മാധവനാണ് നടത്തിയതെന്ന് ദ്വാരകയിലുള്ള സർവ്വജനങ്ങൾക്കും അറിയാം. വില്ലെടുത്തവരെ താഴ്ത്തി വെപ്പിച്ചതും വില്ലാളികളെ കാലപുരിക്കെത്തിച്ചതും മാധവൻ തന്നെ. നീതി നിപുണനും ഔചിത്യധർമ്മശാലിയുമാണ് കേശവൻ. ഏതു നിമിഷവും മാധവൻ കർമ്മനിരതനായിരിക്കും. കേശവൻ്റെ രൂപം ദ്വാരകയിലെ ഓരോ ജനത്തിൻ്റെയും മനസ്സിൽ നിറഞ്ഞു നിന്നു. പക്ഷേ ആരാണ് ഈ ഇന്ദ്രനീലവർണ്ണൻ? തങ്ങളുടെ നായകൻ മാത്രമാണോ അദ്ദേഹം? ഭൗതിക ജീവിതത്തിൻ്റെ അർത്ഥമാണ് കൃഷ്ണൻ, പൂർണ്ണനായ പുരുഷൻ. ഇത്തരമൊരു പുരുഷനെയാണ് ലോകത്തിന് എക്കാലവും വേണ്ടത്. ദ്വാരക നാൾക്കുനാൾ കീർത്തിമുദ്ര ചൂടി ശോഭിച്ചു. മാധവനെ അറിയാത്തവർ ഹിമാലയ തടം വരെ ഇല്ലെന്നു വന്നു. അക്കാലത്ത് അവന്തി രാജ്യത്ത് സാന്ദീപനിയുടെ ആശ്രമത്തിനടുത്ത് ഒരു ബ്രാഹ്മണൻ താമസിച്ചിരുന്നു. സുധാമാവ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നാമധേയം. സുധാമാവ് ബാല്യത്തിൽ സാന്ദീപനിയുടെ ആശ്രമത്തിലാണ് പഠിച്ചത്. സമർത്ഥനായ ഒരു ബാലനായിരുന്നു സുധാമാവ്. സാന്ദീപനിക്ക് സുധാമാവിനെ ഇഷ്ടമായിരുന്നു. വേദമന്ത്രങ്ങൾ ഗ്രഹിക്കുന്നതിനുള്ള കഴിവും ഉച്ചരിക്കുന്നതിലുള്ള സ്ഫുടതയും സുധാമാവിൻ്റെ പ്രത്യേകതകളായിരുന്നു. അർത്ഥമറിഞ്ഞ് മനസ്സിൻ്റെ ആഴത്തിലെത്തും വിധം സുധാമാവ് മന്ത്രങ്ങൾ ഓതുമായിരുന്നു. ഗുരു ആ ഉച്ചാരം കേട്ട് അർദ്ധനിമീലിതാക്ഷനായി ഇരിക്കും. വേദങ്ങൾ ചൊല്ലിക്കഴിയുമ്പോൾ ഗുരു പറയും, സുധാമാവേ, നിനക്ക് നല്ല ഭാവിയുണ്ട്. തീർച്ചയായും നീ ഒരു പൂർണ്ണ മനുഷ്യനാകും. സുധാമാവ് ചിരിക്കും. ഗുരു ഓതിയ വാക്കിൻ്റെ പൊരുൾ എന്തെന്ന് മസ്തിഷ്കം ഉറച്ചിട്ടില്ലാത്ത സുധാമാവ് ധരിച്ചതുമില്ല. അക്കാലത്താണ് മാധവൻ ഗുരുകുല വിദ്യാഭ്യാസത്തിന് അവിടെ എത്തുന്നത്. ഗുരുകുലത്തിലെ അന്തേവാസികൾക്കെല്ലാം കണ്ണിന് വിനോദമായിരുന്നു. ഇന്ദ്രനീല വർണ്ണവും ചുരുണ്ടിരുണ്ട് തോൾ കവിഞ്ഞു കിടക്കുന്ന ചിഗുരഭാരവും ഗോപിക്കുറിയും മയിൽപ്പീലിയും മഞ്ഞപ്പട്ടുടയാടയും എല്ലാം അവർക്ക് അത്ഭുതം തന്നെയായിരുന്നു. എന്നാലും കേശവനോടൊരു പ്രത്യേക മമത തോന്നിയത് സുധാമാവിനായിരുന്നു. സാന്ദീപനി സുധാമാവിനെ വിളിച്ചു പറഞ്ഞു,
ഇതാണ് കണ്ണൻ. ചില്ലറക്കാരനല്ല. ഈ പ്രായത്തിൽ മധുരയിലെ ദുഷ്ടനായ കംസനെ നശിപ്പിച്ചു ജനങ്ങൾക്ക് സുഖം നൽകിയവനാണ്. ധീരൻ, ഭീരുവല്ലാത്തവൻ. ഇനി നമ്മോടൊപ്പം ഉണ്ടാവും. പഠനം കഴിഞ്ഞേ മടങ്ങുകയുള്ളൂ. സുധാമാവിന് കണ്ണനെ ഇഷ്ടമായി. മറ്റു കുട്ടികൾ കണ്ണനെ ഭയന്നു. എന്നാൽ സുധാമാവ് കേശവനെ സ്നേഹിച്ചു. കണ്ണൻ ആരെയും ഭയന്നില്ല, എല്ലാവരെയും സ്നേഹിച്ചു. സ്നേഹമാണ് ലോകത്തിൻ്റെ നിലനിൽപ്പിന് അടിസ്ഥാനമെന്ന് കണ്ണൻ പറഞ്ഞുകൊടുത്തു. സുധാമാവ് ഒരിക്കൽ ചോദിച്ചു, കണ്ണാ, തത്വം നിറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം നീ എവിടുന്ന് പഠിച്ചു? നിന്റെ അറിവ് പ്രായോഗികത നിറഞ്ഞതാണ്. കണ്ണൻ പറഞ്ഞു, സുധാമാവേ, ഞാൻ വേറെ എങ്ങു നിന്നുമല്ല ഇതൊക്കെ പഠിച്ചത്. ഈ ഭൂമിയിലേക്ക് നോക്കൂ. ഓരോ ജീവജാലവും വിടർന്നു നിൽക്കുന്നത് സ്നേഹത്തിനു വേണ്ടിയാണ്. പൂ വിടരുന്നത് ചിത്രശലഭത്തിൻ്റെ സ്നേഹത്തിനു വേണ്ടിയാണ്. വണ്ട് മുരണ്ട് നടക്കുന്നത് പൂവിൻ്റെ സ്നേഹത്തിനാണ്. അപ്പോൾ ഞാൻ ഊഹിച്ചു, പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് സ്നേഹാധിഷ്ഠിതമാണെന്ന്. അറിവ് നിറഞ്ഞു നിൽക്കുന്ന പ്രപഞ്ചത്തിൽ നിന്നും ഉൾക്കൊള്ളേണ്ടതാണ്. സുധാമാവേ, നാം പഠിക്കുന്ന വേദങ്ങൾ എല്ലാം ഇങ്ങനെ ഓരോരുത്തർ അറിഞ്ഞതിൻ്റെ ഭാഗമാണ്, അല്ലാതെ തനിയെ മുളച്ചതല്ല. കേശവൻ്റെ അറിവ് ആഴത്തിലുള്ളതാണെന്ന് സുധാമാവിന് തോന്നി. എല്ലാ നിമിഷവും അവരൊന്നിച്ചു ചേർന്നു, ഒന്നിച്ചുണ്ടു, ഒന്നിച്ചുറങ്ങി. കണ്ണൻ്റെ മനസ്സിനെ സുധാമാവ് ഉൾക്കൊണ്ടു. പലപ്പോഴും ജീവിതത്തിൻ്റെ അർത്ഥതലങ്ങളെക്കുറിച്ച് ആ സുഹൃത്തുക്കൾ സംസാരിക്കുമായിരുന്നു. ഒരു ദിവസം ഏകാന്തതയിൽ മ്ലാനമായിരിക്കുന്ന സുധാമാവിനെ കണ്ട് കണ്ണൻ ചോദിച്ചു, സുഹൃത്തേ, എന്താണൊരു വല്ലായ്മ? മനസ്സിൽ വേദന തിങ്ങുന്ന എന്തോ ഒന്ന് നിറഞ്ഞിരിക്കുന്നുവെന്ന് വ്യക്തമാണ്. എന്താണത്? സുധാമാവ് പറഞ്ഞു, കണ്ണാ, ഞാൻ എൻ്റെ ഭവനത്തിൻ്റെ സ്ഥിതി ഒരു നിമിഷം ഓർത്തുപോയി. മാതാപിതാക്കൾ വളരെ ദാരിദ്ര്യത്തിലാണ് കഴിയുന്നത്. ബ്രാഹ്മണൻ്റെ കർമ്മം വേദപഠനം മാത്രമാണല്ലോ. പക്ഷേ അതുകൊണ്ട് അഷ്ടി നടക്കുന്നില്ല. മറ്റെന്തെങ്കിലും ജോലി ചെയ്യുവാൻ അഭിമാനം അനുവദിക്കുന്നതുമില്ല. അതുകൊണ്ട് അച്ഛനും അമ്മയും ഭവനത്തിൽ തന്നെ ദൈവഭജനത്തിൽ കഴിയുന്നു. പഠനം തീരാറായി. ഭവനത്തിലേക്ക് തിരിച്ചു പോകുന്നത് ഓർത്തപ്പോൾ അവിടുത്തെ സ്ഥിതിയെക്കുറിച്ച് ചിന്തിച്ചുപോയി. അതാണ് എൻ്റെ മുഖം വാടുവാൻ കാരണം. കണ്ണൻ പറഞ്ഞു, ദാരിദ്ര്യം എന്നൊന്നില്ല സുധാമാവേ. ഏതു കർമ്മവും ആർക്കും അനുഷ്ഠിക്കാം. ബ്രാഹ്മണന് വേദപഠനം മാത്രമേ ആകാവൂ എന്ന് ആരാണ് പറഞ്ഞത്? നമ്മുടെ മുൻ തലമുറക്കാരല്ലേ. മറ്റൊരു വ്യവഹാരത്തിൽ ഏർപ്പെടുന്നത് കൊണ്ട് എന്താണ് തെറ്റ്? വേദപഠനത്തിൽ മനസ്സ് രമിപ്പിച്ചാൽ തീർച്ചയായും ഐശ്വര്യം ലഭിക്കും. ആശ കളയരുത്. നിരാശ വ്യക്തിത്വത്തെ നശിപ്പിക്കും. എഴുന്നേൽക്കൂ, നമുക്ക് വനഭംഗി ആസ്വദിക്കാം. പുതിയ കുറേ പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട്, അതെല്ലാം കാണണം. ദുഃഖമെല്ലാം മാറും. ഒന്നും സ്ഥിരമല്ല. കാലത്തിൻ്റെ ഗതിയിൽ എല്ലാം മാറിവരും. ഇങ്ങനെ പറഞ്ഞ കണ്ണൻ സുധാമാവുമൊത്ത് വനത്തിലേക്ക് നടന്നു. കാലം കഴിഞ്ഞു. പഠനം പൂർത്തിയായി. ഗുരുകുലത്തിൽ നിന്നും പിരിഞ്ഞു പോകേണ്ട കാലമായി. സുധാമാവ് കണ്ണനോട് ചോദിച്ചു, നമ്മൾ ഇനി എന്നാണ് കാണുക? എപ്പോഴും എനിക്ക് കണ്ണനെ കാണണമെന്നാണ് ആഗ്രഹം. ഇത്രയും പറഞ്ഞപ്പോഴേക്കും സുധാമാവ് കരഞ്ഞുപോയി. ഇന്ദ്രനീലവർണ്ണൻ സുധാമാവിനെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു, എപ്പോൾ വേണമെങ്കിലും നമുക്ക് കാണാമല്ലോ. ഞാൻ താങ്കളുടെ ഭവനത്തിലേക്ക് വരാം. സുധാമാവ് പറഞ്ഞു, അയ്യോ, അത് വേണ്ട. നിനക്ക് ഒരു നേരത്തെ ആഹാരം തരുവാൻ പോലും ഞങ്ങൾക്ക് കഴിവില്ല. കണ്ണാ, ഞാൻ നിന്റെ ഭവനത്തിലേക്ക് വരാം. കണ്ണൻ അത് സമ്മതിച്ചു. നിറകണ്ണുകളോടെ സുധാമാവ് ഗ്രാമത്തിലേക്ക് പോയി. പൂഴിമണ്ണിലൂടെ ഭവനത്തിലേക്ക് നടക്കുമ്പോഴെല്ലാം സുധാമാവിൻ്റെ മനസ്സിൽ ഇന്ദ്രനീലവർണ്ണനായ കണ്ണനായിരുന്നു. സുധാമാവ് ഭവനത്തിലെത്തി. വേദം ചൊല്ലുന്നതിൽ അച്ഛനെ സഹായിച്ചു. ഓരോ ഭവനത്തിലുമെത്തി അവിടെ ഐശ്വര്യം വളരുവാൻ സുധാമാവ് വേദം ചൊല്ലി. ഗ്രാമവാസികൾ പറഞ്ഞു, സുധാമാവേ, നിന്റെ ശബ്ദം നന്നു തന്നെയാണ്. ആ ശബ്ദം കേട്ടാൽ ഐശ്വര്യം വരും.
സുധാമാവിന് സന്തോഷമായി. പക്ഷേ വൈകുന്നേരം വരെ ചൊല്ലിയാൽ അന്നത്തെ അഷ്ടിക്കുള്ള വക ലഭിക്കുകയില്ല. സായാഹ്നത്തിൽ ക്ഷീണിച്ചവശനായി സുധാമാവ് ഭവനത്തിലെത്തും. കിട്ടിയത് അമ്മയെ ഏൽപ്പിക്കും. അച്ഛനും മറ്റുള്ളവരും കഴിച്ചു കഴിയുമ്പോൾ അമ്മയ്ക്കും തനിക്കും ഒന്നും അവശേഷിക്കുകയില്ല. എങ്കിലും മനസ്സിൽ സന്തോഷമാണ്. ക്രമേണ ആരോഗ്യം പോയി എല്ലും തോലുമായി. എങ്കിലും സുധാമാവിൻ്റെ മുഖത്ത് സാത്വിക സൗന്ദര്യം നിറഞ്ഞു നിന്നു. ഗ്രാമവാസികൾ അക്കാലത്ത് സുധാമാവിന് ഒരു പേരു നൽകി, കുചേലൻ. സുധാമാവ് ആ പേര് കേട്ട് പുഞ്ചിരിച്ചു. ശരിയല്ലേ, താനൊരു കുചേലൻ തന്നെയാണ്. ഗ്രാമവാസികളുടെ ബുദ്ധിയിൽ സുധാമാവ് സന്തോഷിച്ചു. ക്രമേണ സുധാമാവ് എന്ന പേര് സുധാമാവും മറന്നു. എല്ലാവരും സുധാമാവിനെ കുചേലൻ എന്ന് വിളിച്ചു. വർഷങ്ങൾ കൊഴിഞ്ഞു വീണു. കുചേലൻ്റെ കുടുംബത്തിലുള്ളവർ ഒത്തുകൂടി ഒരു ദിവസം ആ വിഷയം കുചേലൻ്റെ മുൻപിൽ അവതരിപ്പിച്ചു. കുടുംബത്തിലെ തലമൂത്ത കാരണവരാണ് കാര്യം പറഞ്ഞത്. കുചേലൻ ഒരു വിവാഹം കഴിക്കണം. ആ വാക്കുകൾ കുചേലൻ്റെ മനസ്സിൽ ആഴ്ന്നിറങ്ങി. അവൻ പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കി. ആ കണ്ണുകൾ തിളങ്ങുന്നു. അച്ഛനും താൻ വിവാഹം കഴിക്കുന്നത് ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഒരു പക്ഷേ പിതാവിൻ്റെ കൂടെ അഭിപ്രായമായിരിക്കാം കാരണവർ പറഞ്ഞത്. എന്താണ് നീ ഒന്നും മിണ്ടാത്തത്? വിവാഹം കഴിക്കുന്നത് സമ്മതമല്ലേ? കാരണവർ ചോദ്യം കുചേലനെ ചിന്തയിൽ നിന്നും ഉണർത്തി. കാരണവരുടെ ചോദ്യം കുചേലനെ ചിന്തയിൽ നിന്നും ഉണർത്തി. ഒരു വിവാഹം കഴിക്കുന്ന കാര്യത്തിൽ വിഷമമില്ല. പക്ഷേ ആ സ്ത്രീക്ക് എങ്ങനെ ആഹാരം നൽകും? കുട്ടികളുണ്ടായാൽ അവർക്കെങ്ങനെ ഭക്ഷണം നൽകും? അതാലോചിക്കുമ്പോൾ കുചേലൻ്റെ തല പുകഞ്ഞു. എങ്കിലും കുചേലൻ നിഷേധിക്കുവാൻ പോയില്ല. ചിന്തയുടെ കനം ശിരസിൽ ഭാരമായി നിൽക്കുമ്പോൾ തന്നെ സൽഗുണവതിയായ ഒരു യുവതിയെ വിവാഹം കഴിച്ചു. സുന്ദരിയും സുകുമാരിയും ആയിരുന്നു കുചേലപത്നി. ഭർത്താവിനെ ദൈവതുല്യം അവൾ കണ്ടു. അദ്ദേഹത്തിൻ്റെ സുഖദുഃഖങ്ങളിൽ സമമായി പങ്കുകൊണ്ടു. പ്രത്യേകിച്ച് ഒരു താല്പര്യവും കുചേലപത്നിക്ക് ഉണ്ടായിരുന്നില്ല. ഭർത്താവിൻ്റെ ഹിതമെന്തോ അതുതന്നെയായിരുന്നു തൻ്റെയും അഭിലാഷം. ഊണിലും ഉറക്കത്തിലും അവൾ കുചേലനെ ശുശ്രൂഷിച്ചു. കാലങ്ങൾ കഴിഞ്ഞു. അവർക്ക് സന്താനങ്ങൾ ഉണ്ടായി. വർഷങ്ങൾ കഴിയുന്തോറും കുചേലൻ്റെ വരുമാനം കുറഞ്ഞു വന്നു. കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുവാൻ പോലും കഴിയാതെ ആ സാധു ബ്രാഹ്മണൻ വലഞ്ഞു. പട്ടിണി ചവച്ചു തുപ്പിയതുകൊണ്ട് കുചേലൻ്റെ സ്വരം പോയി. അദ്ദേഹത്തിൻ്റെ വേദോച്ചാരണം ആർക്കും വേണ്ടാത്ത മട്ടായി. പിതാവിൻ്റെയും മാതാവിൻ്റെയും മരണം കുചേലനെ ഏറെ തകർത്തു. ഭവനത്തിൽ നിന്നും കുചേലൻ ഇപ്പോൾ പുറത്തിറങ്ങാറില്ല. ഭാഗവതോത്സുകനായി വീട്ടിൽ തന്നെ ആ സാധു ഇരുന്നു. എന്തിന് മറ്റുള്ളവരെ പരിഹാസം തുളുമ്പുന്ന മുഖം കാണണം? കുചേലൻ്റെ അവസ്ഥ അദ്ദേഹത്തിൻ്റെ പത്നി മനസ്സിലാക്കി. കുചേലനെ നന്നായി അറിയാവുന്ന ആ സ്ത്രീ അദ്ദേഹത്തെ കുറ്റം പറഞ്ഞില്ല. ഒട്ടിയ വയറും കുഴിഞ്ഞു താണ കണ്ണുകളും മെലിഞ്ഞ ശരീരവുമായി ജീവൻ തുടിച്ചു നിൽക്കുന്ന കുഞ്ഞുങ്ങളെയും കൊണ്ട് അവൾ പുറത്തിറങ്ങി ഭിക്ഷയാചിച്ചു. കുചേലൻ ഭവനത്തിൽ തന്നെ ഇരുന്നു. യഥാർത്ഥത്തിൽ അതൊരു തപസ്സായിരുന്നു. പരമ്പൊരുളിനെ മനസ്സിൽ ധ്യാനിച്ച് രാവും പകലും പോകുന്നതറിയാതെ കുചേലൻ കഴിഞ്ഞു. കുചേലപത്നി ഭവനങ്ങൾ തോറും കയറിയിറങ്ങി. ആദ്യമൊക്കെ ഒരു നേരത്തെ കഞ്ഞിക്കുള്ള വക അവർക്ക് ലഭിക്കുമായിരുന്നു. എന്നാൽ എന്നും ഇങ്ങനെ തെണ്ടി നടക്കുന്നത് കാരണം ജനങ്ങൾക്കും അവരിൽ അനുകമ്പയില്ലാതായി. എന്തെങ്കിലും ലഭിച്ചാൽ പാകപ്പെടുത്തി ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കും നൽകും. ചില ദിവസങ്ങളിൽ വളരെ തുച്ഛമായ എന്തെങ്കിലുമേ ലഭിക്കുകയുള്ളൂ. അത് ഭർത്താവിനും കുട്ടികൾക്കും നൽകി അവൾ പട്ടിണി കിടക്കും. പട്ടിണിയും ക്ലേശങ്ങളും ഭർത്താവിനെ കഴിയുന്നതും അറിയിക്കാതിരിക്കുവാൻ ആ സ്ത്രീരത്നം ശ്രദ്ധിച്ചു. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഉടുതുണിക്ക് മറുതുണിയില്ലാതെയും ഭക്ഷണം തീരെ ലഭിക്കാതെയും അവൾ ഏറെ വലഞ്ഞു.
ഇല്ലം താഴെ വീഴുമെന്ന ഘട്ടമായി. പട്ടിണിയുടെ ക്രൂരതയും അവശതയും അവരെ തകർത്തു. ഇതൊന്നും അറിയാതെ കുചേലൻ ഒരു തരം സമാധി പൂണ്ടിരുന്നു. ഋതുക്കൾ മാറിക്കൊണ്ടേയിരുന്നു. കാലം കുചേലഭവനത്തെ ഒരു വിധത്തിലും ആശ്വസിപ്പിച്ചില്ല. താർക്കാലം മാറി. കാർമേഘങ്ങൾ ഉരുണ്ടുകയറി. മഴ വീണു. ഇല്ലം ചോർന്നൊലിച്ചു. പുറത്തിറങ്ങാൻ ആവുന്നില്ല. പട്ടിണി തന്നെ. വിശപ്പുകൊണ്ട് കുട്ടികൾ നിലവിളിച്ചു. ആ സാധ്വീമണി ഹൃദയം തകർന്ന് കരഞ്ഞു. ഒരു കാര്യവും ഭർത്താവിനെ അറിയിക്കരുതെന്ന് കരുതി ഇത്രയും നാൾ ഒതുക്കി പിടിച്ചു. ഇനി വയ്യ. അദ്ദേഹത്തിൻ്റെ ഹൃദയം വ്രണപ്പെടുമെന്നറിയാം. പക്ഷേ പറയാതിരുന്നാൽ കുഞ്ഞുങ്ങൾ പട്ടിണി കൊണ്ട് മരിക്കും. ഇങ്ങനെ ചിന്തിച്ച് കുചേലപത്നി ഭർത്താവിൻ്റെ മുമ്പിലെത്തി തൊഴുതുകൊണ്ട് പറഞ്ഞു, നാഥ, ഞാൻ പറയുന്നത് കൊണ്ട് അങ്ങ് എന്നോട് കോപിക്കരുത്. ദാരിദ്ര്യം ഇങ്ങനെ എത്ര കാലം നമുക്ക് സഹിക്കുവാൻ കഴിയും? വിശപ്പ് എങ്ങനെയും നമുക്ക് സഹിക്കാം. ഒരു ദിവസം അന്നത്തിൻ്റെ ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ നാം എങ്ങനെ വളർത്തും? നിത്യദാരിദ്ര്യം മാത്രമാണ് നമ്മുടെ കൈമുതൽ. നേരം വെളുത്താൽ കുഞ്ഞുങ്ങൾ വിശന്നു പൊരിഞ്ഞ് എൻ്റെ അരയിൽ കെട്ടിപ്പിടിച്ച് കരയുന്നു. രാത്രിയിൽ ഒന്നും കഴിക്കാതെ പച്ചവെള്ളം കുടിച്ചാണ് അവർ കിടക്കുന്നത്. പെറ്റമ്മയായ ഞാൻ എങ്ങനെ അത് സഹിക്കും? കുഞ്ഞുങ്ങളോടുകൂടി വൈകുന്നേരം വരെ തെണ്ടിയാലും എന്തു കിട്ടാനാണ്? ദയവുള്ളവർ നാട്ടിലില്ലാതെയായി. ധർമ്മിഷ്ഠന്മാരുമില്ല. എന്തിന് അവരെ കുറ്റം പറയുന്നു? എന്നും ഇങ്ങനെ തെണ്ടലുമായി നടന്നാൽ ആരും ഒന്നും തരുകയില്ല. നാം ബ്രാഹ്മണകുലത്തിൽ ജനിച്ചു പോയതിനാൽ കൂലിവേല എടുക്കുവാനും നിവൃത്തിയില്ല. അതുകൊണ്ട് അധികമൊന്നും വേണ്ട. ഒരു നേരത്തേക്ക് വിശപ്പ് മാറ്റുവാൻ എന്തെങ്കിലും ഒരു മാർഗം അങ്ങ് നിർദ്ദേശിക്കണം. അങ്ങ് എൻ്റെ ഭർത്താവാണ്. അങ്ങയോടല്ലാതെ ആരോടാണ് ഈ വേവലാതി ഓതേണ്ടത്? ഭാര്യയുടെ വാക്കുകൾ കേട്ട് എന്തോ ചിന്തിച്ചിരുന്ന ശേഷം കുചേലൻ പറഞ്ഞു, പ്രിയപ്പെട്ടവളെ, ഞാൻ എന്തു മാർഗം നിർദ്ദേശിക്കുവാനാണ്? അറിയാവുന്ന ഒരു ജോലി വേദോച്ചാരണമാണ്. ഒരു ഭവനത്തിലും എൻ്റെ വേദശബ്ദം ഇപ്പോൾ വേണ്ട. ഉച്ചാരണത്തിൽ വ്യക്തതയില്ല. സ്വരമാധുരിയും പോയി. ഒരു വരി പോലും പറയുവാനുള്ള ആരോഗ്യമില്ല. പരമ്പൊരുളിനെ ഭജിക്കുവാൻ അല്ലാതെ എനിക്കെന്തറിയാം? ധനമില്ലാത്ത നാം ധന്യർ തന്നെയാണ്. ധനമുള്ളിടത്ത് ശത്രുക്കളുണ്ടാകും. ധനം പുഷ്ടിപ്പെടുത്തുവാനുള്ള കപടചിന്തകളും നമ്മെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇതൊക്കെ തത്വങ്ങളാണ്. പക്ഷേ ഒരിക്കലും ഈ തത്വങ്ങൾ വിശപ്പ് മാറ്റുകയില്ല. എല്ലാം എനിക്കറിയാം. പക്ഷേ ഞാൻ എന്ത് ചെയ്യുവാനാണ്? കുചേലൻ്റെ വാക്കുകൾ കേട്ട് പത്നി പറഞ്ഞു, പ്രിയനാഥ, ഒരു സാധാരണ സ്ത്രീ ആഗ്രഹിക്കുന്ന യാതൊന്നും എനിക്ക് ഭവാൻ തരുക വേണ്ട. സ്വർണ്ണാഭരണങ്ങളോ പട്ടുവസ്ത്രങ്ങളോ മണിമാളികയോ ഒന്നും എനിക്ക് വേണ്ട. നഗ്നത മറയ്ക്കുവാൻ എന്തെങ്കിലും മതി. ആഭരണമോ എനിക്ക് വേണ്ട. പക്ഷേ പ്രാണൻ കിടക്കുന്നതിന് വേണ്ടി ഒരു നേരമെങ്കിലും ആഹാരം കുഞ്ഞുങ്ങൾക്ക് നൽകുവാനുള്ള കഴിവുണ്ടായാൽ മതി. അതിന് നാം എന്തു ചെയ്യണം? കുചേലൻ പത്നിയോട് പറഞ്ഞു, നാഥേ, നീ പറഞ്ഞത് പരമസത്യമാണ്. പതിവ്രതയായ പത്നിയെയും കുഞ്ഞുങ്ങളെയും പട്ടിണിക്കിടുന്ന പുരുഷൻ പരമഹംസനായാലും അവന് ഗതി കിട്ടുകയില്ലെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ എന്തു ചെയ്യാനാണ്? എവിടെ പോകാനാണ്? ഞാനും വേണമെങ്കിൽ നിന്നോടൊപ്പം ഭിക്ഷയ്ക്ക് വരാം. എല്ലും തോലുമായ എന്നെ കണ്ടാൽ ജനം ചിരിക്കും. ജീവിക്കുവാൻ കൊള്ളരുതാത്തവൻ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കും. ഏഴകളായ നമ്മോട് ആര് കരുണ കാണിക്കും? എന്താണ് വേണ്ടതെന്ന് പറയുക, ഞാൻ ചെയ്യാം. കുചേലപത്നി ഭർത്താവിനോട് ഇത്രയും വിശദമായി സംസാരിച്ചത് മറ്റൊരു ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ടായിരുന്നു. അവൾ തുടർന്നു, നാഥ, അങ്ങ് എന്നോട് ദേഷ്യപ്പെടരുത്. ഞാൻ പറയുന്നത് യോഗ്യമല്ലെങ്കിൽ ഏഴയായ എൻ്റെ അപക്വതയാണെന്ന് കരുതി ക്ഷമിക്കുകയും വേണം.
സാന്ദീപനിയുടെ ആശ്രമത്തിലായിരുന്നല്ലോ അങ്ങ് ഗുരുകുല വിദ്യാഭ്യാസം നടത്തിയിരുന്നത്. അന്ന് അങ്ങയുടെ പ്രിയ സഖാവായിരുന്നല്ലോ കേശവൻ. ഇന്ന് കേശവൻ ദ്വാരകയിൽ സമ്പൂർണ്ണ ഐശ്വര്യം ഭുജിച്ചു കഴിയുകയാണ്. ആ പുണ്യാത്മാവിനെ കണ്ട് നമ്മുടെ ആഗ്രഹം പറയുകയും ദയനീയത വ്യക്തമാക്കുകയും ചെയ്താൽ അദ്ദേഹം നമ്മെ സഹായിക്കുകയില്ലേ? തീർച്ചയായും അദ്ദേഹം നമ്മുടെ ദാരിദ്ര്യത്തിന് ശമനമുണ്ടാക്കും. ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ഭാഗം കുറേ വായിക്കാനുണ്ട്. കുചേലൻ്റെ കഥ എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും അടുത്ത ദിവസങ്ങളിൽ കേൾപ്പിക്കാം. ഒരുപാട് ലെങ്തിയാണ് ഇനിയും. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.